ഹലോ, ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സാധാ സിമ്പിൾ മെത്തേഡിലൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ടി നമ്മളിവിടെ ഒരു ചെരുവം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല നൈസാക്കി അരിഞ്ഞ സവോള വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. കാരണം അത് നമുക്ക് ലാസ്റ്റിക്കാണ് ആവശ്യം വരുന്നത്. ലാസ്റ്റ് ബിരിയാണിയുടെ മേലെ ഇടാനുള്ളതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള ഇതെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സവോളയും അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്ത് കോരുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നല്ല ബ്രൗൺ നിറം ആവും വേണം. കരിയാതെ കോരിയെടുക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ നമ്മുടെ ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ വറുത്ത് കോരിയ എണ്ണയിലേക്ക് നമ്മൾ ഇച്ചിരി സവോള ഇട്ടുകൊണ്ട് നന്നാക്കി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഇതിലോട്ട് ചെറുള്ളി ചതച്ചത് ചേർത്ത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, വലിയ ജീരകം ചതച്ചതും ചേർത്ത് നന്നാക്കി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നമ്മളിവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. വഴറ്റി വെച്ച ഉള്ളിയിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നാക്കി വഴറ്റിയെടുക്കണം കേട്ടോ. കൂട്ടത്തിൽ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നന്നാക്കി വഴറ്റിയതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയും ഇട്ട് ഒന്നും കൂടി നന്നാക്കി വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കി വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാഗി ക്യൂബും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നാക്കി വഴറ്റിയെടുക്കാം കേട്ടോ. രുചി ഒന്ന് കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് മാഗി ക്യൂബ് ഇട്ടത് കേട്ടോ. അങ്ങനെ ഇതിലോട്ട് നമ്മൾ തൈര് ഒഴിച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഇപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടോ. ഞാനിവിടെ ക്യാരറ്റ് ഇട്ടിട്ടില്ല. അപ്പോഴേക്ക് ഇതാ പിള്ളേർ സാലഡിനുള്ള സബോള കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സബോള നന്നാക്കി ചെറുതായിട്ടാട്ടോ അവർ കട്ട് ചെയ്യണത്. അതിലേക്ക് നമ്മൾ പച്ചമുളകും മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും ഇട്ട് നന്നാക്കി തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരത്താട്ടോ തൈര് ഒഴിക്കുന്നത്. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോഴേക്കും നമ്മളിവിടെ ചിക്കനിലോട്ട് ഇത്തിരി മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ നമ്മൾ അരി വെന്തോന്ന് കൂടി നോക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ഇത്തിരി ചിക്കൻ മസാല ചേർക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ ബിരിയാണി മസാലയും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നന്നാക്കി പൊടിച്ചെടുത്ത ഗരം മസാല നല്ല ഫ്ലേവർ ഉള്ളതായിരിക്കും കേട്ടോ. അതുകൂടി ഇത്തിരി ചേർത്തിട്ട് വേണം നമുക്കിത് ഇളക്കിയെടുക്കാൻ കേട്ടോ. അപ്പോഴേക്കിനും നമ്മളെ ചോറ് വെന്തോന്ന് കൂടി നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ഉള്ളരി പൊട്ടി കുറച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചോറ് ഊറ്റിയെടുക്കണം കേട്ടോ. ഊറ്റിയെടുത്തിട്ട് വെള്ളം നന്നാക്കി പോയിട്ട് വേണം കേട്ടോ നമ്മൾ ചിക്കനിലോട്ട് ഈ ചോറ് ഇട്ട് കൊടുക്കാൻ. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് വേവ് കൂടുതലാകും കേട്ടോ. അത് കാരണം നമ്മൾ വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം മാത്രം ചിക്കനിലോട്ട് ഇടാൻ പാടുള്ളൂ കേട്ടോ. ചിക്കനിലും ഇത്തിരി വെള്ളം പാടില്ല. ചിക്കൻ നന്നാക്കി വഴറ്റിയതിന് ശേഷം ഈ ചോറ് ചിക്കനിലോട്ട് ഇടുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു വാഴയില വെച്ചിട്ട് ചോറിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ വാഴയില വയ്ക്കാതെയാണ് ചോറിട്ട് കൊടുക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ നന്നാക്കി ചോറ് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച അണ്ടിയും മുന്തിരിയും ഉള്ളിയുടെയും വിതറി കൊടുക്കണം കേട്ടോ. കൂടെ മല്ലിച്ചപ്പും പുതിനയും വിതറിയതിന് ശേഷം നമുക്ക് വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാല ഇത്തിരി മേലെ വിതറി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഗരം മസാല ഇട്ടതിന് ശേഷം 2-3 ലെയറായിട്ട് വേണം കേട്ടോ ചോറ് ഇങ്ങനെ ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ നമ്മുടെ ബിരിയാണിക്കൊക്കെ ഇത്തിരി ടേസ്റ്റ് കൂടുക. അങ്ങനെ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ നെയ്യ് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ മിൽമയുടെ നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. മിൽമയുടെ നെയ്യാകുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ലാസ്റ്റ് മേലെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ആ നെയ്യൊക്കെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോയി 2 മണിക്കൂർ ദമ്മിൽ വെക്കുമ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്തിരി തീയൊക്കെ മേലെ കനലൊക്കെ കോരിയിട്ടിട്ട് ദമ്മിടുകയാണ്. അങ്ങനെ 2 മണിക്കൂർ ആ ദമ്മിൽ നമ്മൾ ബിരിയാണി വെക്കുകയാണ് കേട്ടോ. 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ബിരിയാണി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ ദമ്മിൽ വെച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ചോറ് പൊട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ചോറൊക്കെ പൊട്ടിച്ചെടുത്ത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലോട്ട് വിളമ്പുകയാണ് കേട്ടോ.
അപ്പോൾ അടിയിൽ നിന്ന് നമ്മൾ 2 ചിക്കൻ പീസ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് മാത്രം വേറെ മാറ്റിയെടുക്കാം കേട്ടോ. മസാല ഈ പാത്രത്തിൽ തന്നെ അവിടെ വെക്കുകയും ചെയ്യാം. പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ അത് ചെയ്യണില്ല. ഞങ്ങളൊരു പ്ലേറ്റിലേക്ക് ചോറ് എടുക്കട്ടെ, ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മളെ അടിപൊളി ബിരിയാണി റെഡി. അങ്ങനെ നമ്മുടെ സിമ്പിൾ മെത്തേഡിൽ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.